ഹായ്. ആരതി ഫസ്റ്റ് സിനിമയാണ്. ഇപ്പോൾ ഫസ്റ്റ് സിനിമയിൽ ആരോട് പറയുന്നു? എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു മൂവിയിൽ പാട്ട് പാടാൻ ഒരു അവസരം കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് സന്തോഷമായി. ആ സപ്പോർട്ടാണ്. അപ്പം പിന്നെ സോങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സിനിമ ഞാനിപ്പോൾ ഫിലിമിൽ പാടണമെന്ന് ഡ്രീം ആയിരുന്നു. ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു, ദുൽഖർ പ്രൊഡക്ഷനിലുള്ള ഒരു മൂവി, അനുപമ പരമേശ്വരന്റെ ഫ്രണ്ടായിട്ട്. അതിനുശേഷം തെലുങ്കിലും തമിഴിലും 3 ഫിലിംസിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു 2021. ഇനി മലയാളത്തിലൊരു മൂവി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നല്ലൊരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ചെയ്യും. ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആസ് എൻ ഹീറോയിനാണ് ഞാൻ പറഞ്ഞത്, സോറി ആക്ട്രസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സിംഗർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് സോങ് ആണ്. നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അതിനുശേഷം ഇപ്പൊ പടത്തിൽ പാടാൻ പോകുന്നു. ആരതിപ്പൊടിയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യുന്ന ഉത്തരവാദിത്വം കൂടുകയാണ് ശരിക്കും ആരതിപ്പൊടി. അങ്ങനെയല്ല, പണ്ട് എനിക്ക് ചെറിയൊരു ഓഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടി വലിയ ഓഡിയൻസിലോട്ട് എത്തി. അപ്പൊ പണ്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം, എന്ത് കാര്യം കമ്മിറ്റ് ചെയ്താലും ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിൽ സെലക്റ്റീവായിട്ട് എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യാമെന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാം കയറി ചെയ്യണം, എല്ലായിടത്തും ഓടി നടന്നെല്ലാം ചെയ്യണമെന്നില്ല. കുറച്ച് പീസ്ഫുള്ളായിട്ട് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ നോക്കി ചെയ്യാമെന്നുള്ളൊരു കാര്യം മാത്രമേ. കിട്ടിയത് എനിക്ക് ആ ഒരു സോങ് ആയിരുന്നു. അപ്പം അത് ചെയ്തു. കിട്ടുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയത് ഇപ്പോൾ അങ്ങനെ ഒരു സോങ് ആയിരുന്നു. അപ്പം അത് ചെയ്തു. പറ്റുകയാണെങ്കിൽ ചെയ്തു. കുറേയധികം മേഖലകളിൽ കൈവച്ചതായിട്ട് കാണുന്നുണ്ട്. നാളെ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരിയായിട്ട് വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഇന്റർവ്യൂ പോലെ. അപ്പൊ സാർ ഈ ആരതിപ്പൊടി പാടുന്നു പറഞ്ഞു, ഓൾറെഡി ഇത് ഗായികയല്ല, ഒരു പാടി സാർ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ആരതിപ്പൊടി ഇതിലേക്ക് എത്താൻ? Again, good question. I expected that question. ആരതിപ്പൊടി പാടിയ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടു. അപ്പോൾ ആ കുട്ടിയുടെ വോയിസിൻ്റെ തിളക്കം ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാൻ മിസ്റ്റർ പ്രശാന്ത് മോഹനോട് പറഞ്ഞു, ഈ കുട്ടിയെ ഒന്ന് പിക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ആരതിപ്പൊടി പാട്ടൊന്നും പാടിയിട്ടില്ല. നോ പ്രോബ്ലം. എനിക്കങ്ങനെ ഒരു ട്രെൻഡില്ല. ഹൈ ലെവലിൽ നിൽക്കുന്നവരെ മാത്രം കൺസിഡർ ചെയ്യണമെന്നുള്ളൊരു ഇതില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ആർക്ക് ഒരു ടാലൻ്റ് ഉണ്ട്, അത് പുതിയതായാലും പഴയതായാലും ടാലൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഷീ ഹാസ് എ ടാലന്റ്, വെരി ഗുഡ് ടാലന്റ്, മോർ ദാൻ ഐ എക്സ്പെക്റ്റഡ്. ഷീ ഡിഡ് വെരി വെൽ. ആൻഡ് അത് നല്ല മനോഹരമായി ആ ഹേമന്തിൻ്റെയും നയന പ്രസാദിൻ്റെയും സീനിൽ അത് നല്ലതുപോലെ ഭംഗിയായിട്ട് മാച്ച് ചെയ്യും. സോ അതുകൊണ്ടാണ് പിക്ക് ചെയ്തത്. അതാണ് അതിൻ്റെ ആൻസർ. ഇല്ല, ഞാൻ ഈ റാൻഡമായി ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്. ഈ പടത്തിലെ രണ്ടുപേരും പാട്ട് പാടുമോ?
ബാക്കി സസ്പെൻസ് ആണ്. Thank you. Thank you, Arathi Pudi. Thank you, sir. Thank you, all other team members, actors. വർക്കിനെ കുറിച്ചൊരു 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഡയറക്ടർ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു സ്മാർട്ട് ഫോൺ പറയാം. പലരും ചിലപ്പോൾ ചോദിച്ചത് ഇത് എന്താണ് ഇതിൻ്റെ പേര്, അത് പൂർണ്ണമായിട്ടൊന്നും പറയാനല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പെറുക്കിയെടുത്ത് കോർത്തിണക്കി ചായം പുരട്ടി മനോഹരമായി നിർമ്മിച്ച ഒരു ക്രിയേഷനാണ് ഒരു സ്മാർട്ട് ഫോൺ തന്നെ. സ്മാർട്ട് ഫോൺ 2 പേർ സ്മാർട്ട് ഫോൺ ചാറ്റ് ചെയ്ത് പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അവർ മീറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇതിൻ്റെ ഇതിവൃത്തം. അതോടൊപ്പം ഇവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഫാമിലി പീസ്ഫുള്ളായി ജീവിച്ചിരിക്കുന്ന അടുത്തൊരു ഫാമിലി, ഒരു കപ്പിളിനെ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യും ആണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ പിക്ചറാണ്. ലാസ്റ്റ് മിനിറ്റ് വരെ സസ്പെൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിനിമ കുടുംബസമേതം പോയി കാണാവുന്നതാണ്. പ്രത്യേകിച്ച് നല്ല സിനിമ, നല്ല ഒഴുക്കുള്ള ഒരു സിനിമയായിരിക്കും എല്ലാവരും. ഇതിൽ 4 പാട്ടുകളുണ്ട്. 2 മലയാളം പാട്ടുകളും, 1 പാട്ട് ഇംഗ്ലീഷ് ഫുൾ, മറ്റേത് ഇംഗ്ലീഷ് മലയാളം മിക്സ്. ചില വരികളിലൂടെ പ്ലേ ചെയ്യുന്നു. അതിൽ പാടിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ, ശ്രീനാഥ് ഹരിഹരൻ, ആരതി പൊടി, മൃദുല വാര്യർ, പിന്നെ അമേരിക്കയിൽ നിന്നുള്ള നീന മാർട്ടിനസ്, അസിൻ ഫലി. അവരൊന്നും വളരെ എക്സൈറ്റഡ് ആണ് ഇവിടെ വരാൻ. അവർക്ക് വിസ കിട്ടിയില്ല, അതുകൊണ്ട് അവരെത്തിയില്ല. സോ ഞാൻ ഈ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സിനിമയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, അതിന് ആൻസർ പറയാം. ആർക്ക് ഇപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും, അവരോട് നിങ്ങൾ ചോദിക്കാം. ആരതിപ്പൊടിയുടെ ആദ്യത്തെ പാട്ടാണ് മലയാളം മൂവിയിൽ അല്ലേ? സോ വിൽ ലിസൺ ടു ഹർ വാട്ട് ഷീ ഹാസ് ടു സേ അബൌട്ട് ദ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ദ ടീം. സോ ഫ്യൂ വേർഡ്സ് പ്ലീസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയിൽ ഒരു സോങ് പാടുന്നത്. ആദ്യം തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്ന പ്രശാന്തിന് ഒത്തിരി താങ്ക്സ്. പിന്നെ ചാൾസ് സാറാണ് ഇതിൻ്റെ മൂവിയുടെ ഡയറക്ഷൻ. സാറും എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് കണ്ടിട്ടാണ് ഇവരെന്നെ ഈ മൂവിയിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഹേമന്ത് സാറാണ് ഇതിലെ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ തന്നെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടി എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത്, ഞാനൊരു പ്ലേബാക്ക് സിംഗർ അല്ല. പാടാൻ ഇഷ്ടമാണ്, പക്ഷെ പാടാനുള്ള സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ തന്നെ വിനീത് ശ്രീനിവാസൻ്റെ സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടുന്നത്.
അത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വിനീത് ശ്രീനിവാസൻ സാറിൻ്റെ ഭയങ്കര ഫാനാണ്. അപ്പോൾ മൊത്തത്തിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ നമുക്കൊരു ഭയങ്കര കംഫർട്ട് സോൺ തന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഫിലിം ഇറങ്ങുമ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു സോ മച്ച്. Thank you, Alex. Thanks a lot. Now let's listen what our hero has to say about his experience in the work. Hemant, please. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആക്ച്വലി ഹീറോ അല്ല, ഞാനൊരു എക്സ്റ്റൻഡഡ് ക്യാമറ എന്ന് പറയുന്ന ഒരു അപ്പിയറൻസ് ചെയ്തിട്ടുള്ളത്. കാരണം മൂവി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്റ്റാർ സാർ കഥ പറഞ്ഞപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഒരു എക്സ്റ്റൻഡഡ് ക്യാമറ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു അവസാനം വന്ന് എൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ത്രൂ ഔട്ടുണ്ട്, പക്ഷേ എൻ്റെ പ്രസൻസ് വളരെ കുറവാണ്. അവസാനം വന്ന് കയ്യിൽ വാങ്ങി പോകുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു പാട്ടുണ്ട്, ഇപ്പോൾ ആരതിയും വിനീത് ശ്രീനിവാസനും പാടുന്ന പാട്ട് ഞാൻ അഭിനയിക്കുന്നത്. കൂടെ നയന പ്രസാദാണ്, ഋതിക് ലവ്കരി. അപ്പോൾ ചാൾസ് സാർ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര വെറൈറ്റി അങ്ങനെ ഒരു ആവാസമുള്ള സിനിമയില്ല, പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് കോമൺ സീക്വൻസും ഒത്തുമിക്കൊണ്ടു ഇൻട്രസ്റ്റിംഗ് വാച്ച് ആയിരിക്കും സിനിമ. അപ്പോൾ എല്ലാവരുടെ സിനിമ കാണുക. സാർ ഒരു US നിന്ന് ഡയറക്ഷൻ പഠിച്ചു വന്ന് മൂവി ഡയറക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻപുട്സ് ഒക്കെ നമുക്ക് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, ഹോപ്പ്ഫുള്ളി. അപ്പോൾ എന്തായാലും ആർക്കും ബിഗ് താങ്ക്സ്. കാരണം പുള്ളിക്കാരുടെ ഒരു ഫസ്റ്റ് വെഞ്ചർ ഓൾ ദി ബെസ്റ്റ് ആസ് എ സിംഗർ. ഞാൻ കണ്ടിട്ടുണ്ട് പാട്ട്, നല്ല പാട്ടാണ്, കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ആർതി ഓൾസോ. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ചിത്രത്തിലെ പാട്ടുകളെ കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ ആൾ നമുക്ക് ഇവിടെ തന്നെയുണ്ട്. So let's welcome പ്രശാന്ത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എന്നെ ചാൾസ് സാറെ കോൺടാക്ട് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ സാർ ഇങ്ങനെ 2 സോങ് ചെയ്യുന്ന കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാധാരണ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഡയറക്ടേഴ്സായിട്ട് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി പുറത്തായിരുന്നു. അപ്പോൾ പുള്ളി എപ്പോഴും നമ്മൾ ഫോണിലൂടെയാണ് കൂടുതൽ കോൺടാക്ട് ചെയ്യുക. വളരെ എനിക്ക് തോന്നുന്നു സാറിന് ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, സെക്കൻഡ് ടൈം ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ കമ്പോസ് ചെയ്തായിരിക്കും ലിറിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് ചെയ്തത്. അതെനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു. പിന്നെ ഇതിൽ 2 പാട്ടുകളാണ് ഉള്ളത്. ഒന്ന് ചേച്ചി, ആരതി ചേച്ചി. അപ്പം നമ്മുടെ നോർമലി നമ്മളൊരു പാട്ട് ചെയ്യും, നമ്മൾ ആ പാട്ട് ആര് പാടിയാൽ നന്നായിരിക്കും നമ്മുടെ മനസ്സിലൊരു തോട്ട് ഉണ്ടാവും. പക്ഷെ ഈ പ്രാവശ്യം സാർ എന്നോട് പറഞ്ഞ പ്രശ്നം, നമുക്ക് ഒരു നോർമൽ സിംഗർ അല്ല, നമുക്ക് പാടാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസ്, അതായത് ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വോയിസ് വേണം. അപ്പം ഞങ്ങൾ അങ്ങനെ 2-3 പേരെ ലിസ്റ്റ് ചെയ്തായിരുന്നു. ആ സമയത്താണ് ചേച്ചിയുടെ ഒരു സോങ് സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായി. അങ്ങനെയാണ് ലാസ്റ്റ് സാറ് പറഞ്ഞു നമുക്ക് ചേച്ചിയെ ഫിക്സ് ചെയ്യാം. അങ്ങനെ ഞാൻ ചേച്ചിയെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എടാ അത് പോസിബിൾ ആവില്ല, ഞാൻ അങ്ങനെ ഭയങ്കര സിംഗർ എന്നല്ല. ചേച്ചി നോ ആണ് പറഞ്ഞത് ഫസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഞാൻ ട്രാക്ക് അയച്ചു, ചേച്ചി വന്നു, അടിപൊളിയായിട്ട് പാടി. ഇപ്പോൾ പാട്ട് ഫിനിഷായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സെക്കൻഡ് സോങ് വിനീത, ആ ഡ്യുവറ്റാണത്, വിനീതേട്ടനാണ് പാടിക്കുന്നത്. പിന്നെ ഒരു പാട്ട് പാടിക്കുന്നത് ശ്രീകാന്ത് ഹരിഹരനും മൃദുല ചേച്ചിയാണ്. അപ്പോൾ മൃദുല ചേച്ചി ഇന്ന് ചെറിയ ഹെൽത്ത് ഇഷ്യൂകളാണ് ഇന്ന് എത്താൻ പറ്റാത്തത്. അപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലിറിക്സ്, പിന്നെ എനിക്ക് ഇതിൽ അവസരം തന്നതിന് സാറിന് ഒരുപാട് താങ്ക് യു. പിന്നെ എൻ്റെ ടീമുണ്ട്, എൻ്റെ പ്രോഗ്രാമർ ശ്രീലാഡ്, എൻ്റെ സോങ്സ് മിക്സ് ചെയ്യുന്ന സുരേഷ് ഏട്ടൻ. അപ്പോൾ ഒരു സോങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കയ്യിലല്ല. അത് ലിറിക്സ്, മ്യൂസിക്, സിംഗർ, പ്രോഗ്രാം, മിക്സ്, മാസ്റ്റർ തൊട്ട് സൗണ്ട് എഞ്ചിനീയർ തൊട്ട് എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്കാണ് ഒരു സോങ് എന്ന് പറയുന്നത്. അപ്പം അവസാനം ഒരു ക്രെഡിറ്റ് വരുമ്പോൾ ഇപ്പം പ്രശാന്ത് മ്യൂസിക് ചെയ്ത പാട്ട് അല്ലെങ്കിൽ ഇന്നാൾ പാടിയ പാട്ടെന്നതിനപ്പുറം എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും സുരേഷ് ഏട്ടൻ, ശ്രീലാഡ്. അപ്പോൾ അതോടൊപ്പം ഇവിടെ വന്ന എല്ലാവർക്കും, ഇതിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് സന്തോഷ് മാം, ചാൾസ് സാർ, ഹേമന്തേട്ടൻ, ആരതി ചേച്ചി, മറ്റു ഞാൻ ആരെങ്കിലും പേര് പറയാൻ പറ്റുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, ഞാനിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മ്യൂസിക് ചെയ്യുന്ന മൂവിയുടെ ഡയറക്ടർ കല്ലാമോൻ എന്നൊരു മൂവി ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡയറക്ടർ ശ്യാമേട്ടൻ. അപ്പോൾ ഞാൻ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഈ പാട്ട് ഇറങ്ങുമ്പോൾ അനുചേച്ചി, ഈ പാട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് അറിയിക്കുക. താങ്ക് യു. താങ്ക് യു പ്രശാന്ത്. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന ചിത്രത്തില് 2 നായകന്മാരുണ്ട്. അടുത്ത ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രിൻസ്. സോ ലെറ്റ്സ് ലിസൺ വാട്ട് ഹി ഹാവ് ടു സേ അബൌട്ട്. നമസ്കാരം. ഇതിൻ്റെ ഫസ്റ്റ് ലീഡ് ചെയ്യുന്ന മൂവിയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ. പിന്നെ അതേപോലെ
ഇതിലൊരു ചാൻസ് തന്ന ചാൾസ് സാർ, പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ആൻഷൽ റോസ്. സോ എല്ലാവർക്കും എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞതുപോലെ 4 വളരെ ഇഷ്ടപ്പെടുന്ന 4 സോങ് ഉണ്ട്. അതിനകത്ത് ആര്യപ്പൊടി പാടിയ ഒരു സോങ്ങിൻ്റെ ഫസ്റ്റ് കുറച്ച് സ്റ്റാൻസേ കേട്ടിരുന്നു. പക്ഷെ വളരെ നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഐ ക്യാച്ചിങ് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ഒരു സോങ് ഫീൽ തരുന്ന ഒരു മൂവിയാണ് അത്. പിന്നെ അതിൻ്റെ ബിഹൈൻഡിൽ ആക്ട് ചെയ്ത് വെക്കുന്ന ഹേമന്തും അതേപോലെ തന്നെ നയനയാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്ത് എൻ്റെ അഭിപ്രായം അറിയിക്കണം. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഒരു ഹാർട്ട് ഫൈൽഡ് ടച്ചുള്ള ഒരു സസ്പെൻസ് ത്രില്ലറായ ഒരു സബ്ജക്റ്റാണ്. എനിവേ താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇതിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റേജ് പ്രസൻസ് ആയിട്ട് എനിക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്. ഇനി നമ്മുടെ ചിത്രത്തിലെ നായികമാരിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആളുടെ അനുഭവം കൂടെ അറിയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അശ്വതി പ്ലീസ്. അശ്വതി അശോക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഒത്തിരി സന്തോഷമുണ്ട് എന്നിവിടെ നിൽക്കാൻ പറ്റിയതിൽ. അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ട്. ഇങ്ങനെ ഇത്രയും മീഡിയ അറ്റൻഷനൊന്നും ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഈ മൂവിനെ പറ്റി പറയാനാണെങ്കിൽ ഇങ്ങനൊരു ചെറിയൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഡയറക്ടർ ജോസ് എന്താ പറയുക, ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എന്താ പറയാ പറയാന്നറിയില്ല, പേടിച്ചിട്ട്. പിന്നെന്താ ഇതിലെ DOP ഷാഹു പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയാ, ഒത്തിരി സന്തോഷം. താങ്ക് യു.